കടലും കപ്പലും വിരുന്നൊരുക്കും തീരം, കായലും കണ്ടലും വരമ്പൊരുക്കും തീരം. രാപ്പകലില്ലാതാഘോഷം, പൂത്തിരി കത്തും ആവേശം, നെഞ്ചിതിലേറ്റും സന്തോഷം കണ്ടോ നീ. കൊച്ചിയാ കൊച്ചിയാ ഞങ്ങളെ കൊച്ചിയാ. കടലും കപ്പലും വിരുന്നൊരുക്കും തീരം, കായലും കണ്ടലും വരമ്പൊരുക്കും തീരം. പൊന്നിൽ മുങ്ങും തീരങ്ങൾ, വിണ്ണിൽ മിന്നും താരങ്ങൾ, മണ്ണിൽ എങ്ങും മേളങ്ങൾ കണ്ടോ നീ. കൊച്ചിയാ കൊച്ചിയാ ഞങ്ങളെ കൊച്ചിയാ. എൻ്റെ സ്വപ്നഭൂമിയിൽ ഞാൻ എത്തിയിരിക്കുന്നു. കൊച്ചിയിലൊരു ജോലി, അതായിരുന്നു എൻ്റെ സ്വപ്നം. അത് ഞാൻ നേടിയെടുത്തു. പാലക്കാടുള്ളൊരു കുഗ്രാമത്തിൽ നിന്നും ഈ വലിയ നഗരത്തിലെത്തിയ ഞാൻ ഇവിടെ അടിച്ച് പൊളിക്കും. കൊച്ചി, നമ്മുടെ എല്ലാം കൊച്ചി. മുത്താണേ പറയാനുണ്ടേ നമ്മട കൊച്ചി, കഥ ചൊല്ലാൻ പലതാണേ. പല ഭാഷയും ദേശക്കാരും ഒരുമിച്ചോരിടമാണ് മലയാളം. കൊച്ചി ശൈലിയിൽ പറയുമ്പോ രസമാണ്. പഞ്ചാബി, ഹിന്ദി, പിന്നെ ഗുജറാത്തി, ബംഗാളി, ഇനിയല്ലേൽ കൊച്ചിയിലില്ല മൊഴിയേത് പറബായി. ഇവിടില്ല താളോളില്ല ഈ കൊച്ചി നിങ്ങടെ കൊച്ചി. നേരാണ് നമ്മട കൊച്ചി, ഇവ നമ്മട മുത്താണേ പറയാനുണ്ടേ നമ്മട കൊച്ചി, കഥ ചൊല്ലാൻ പലതാണേ. ഇവ നമ്മട മുത്താണേ കഥ ചൊല്ലാൻ പലതാണേ. നമ്മട കൊച്ചി, ഇവ നമ്മട മുത്താണേ പറയാനുണ്ടേ നമ്മട കൊച്ചി, കഥ ചൊല്ലാൻ പലതാണേ. നമ്മട കൊച്ചി, ഇവ നമ്മട മുത്താണേ പറയാനുണ്ടേ നമ്മട കൊച്ചി, കഥ ചൊല്ലാൻ പലതാണേ. എത്ര മനോഹരമാണ് കൊച്ചി. ഇവിടെ എന്താ ഇല്ലാത്തത്? ആ മറൈൻ ഡ്രൈവ്, ഹൈക്കോടതി, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ എയർപോർട്ട്, കൊച്ചി മെട്രോ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒക്കെ. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, വലിയ വലിയ മാളുകൾ. സന്തോഷമുണ്ടെനിക്ക്.
ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. എന്നാ പിന്നെ മോൻ കിടന്നോ? അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ഡോക്ക്? മോൻ ആദ്യമായിട്ടാണല്ലേ കൊച്ചിയിൽ? അതെ. വെറുതെ അല്ല. എവിടെ നിന്നും വരുന്നു? പാലക്കാട്. അവിടെ എങ്ങാനും ജീവിച്ചാൽ പോരായിരുന്നോ? അല്ല, ചേട്ടന്റെ പ്രശ്നം എന്താ? ഒരു പ്രശ്നവുമില്ല, ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. ലോട്ടറി നാളത്തെ ഭാഗ്യം ചേട്ടന് വേണോ? ബമ്പറുണ്ട്, ബമ്പർ വേണോ? വേണ്ട. മോനെ ഒരു ലോട്ടറി എടുക്ക് മോനെ. വേണ്ട ചേട്ടാ, മഴയൊക്കെ കുറഞ്ഞല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടാകും, വണ്ടികളുടെ ഒടുക്കത്തെ ബ്ലോക്കും. മഴ വരുന്നതിന് മുമ്പ് തോടുകളും കാനകളും വൃത്തിയാക്കില്ലല്ലോ. അതെന്താ അങ്ങനെ? അതിപ്പം ജൂണിൽ മഴ പെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം, കോർപ്പറേഷന് മാത്രം അറിയില്ല. ദാ അപ്പുറത്ത് കണ്ടോ, അവിടെ കാന കോരുകയാണ്. എന്നിട്ട് ആ കോരിയ വേസ്റ്റ് എല്ലാം എടുത്ത് അതിൻ്റെ സൈഡിൽ വെക്കും. ഇപ്പം തന്നെ എടുത്തുകൊണ്ട് പോകില്ല. എന്നിട്ട് മഴ പെയ്യുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം പിന്നെയും ആ കാനയിലേക്ക് തന്നെ പോകും. കാനയെല്ലാം ബ്ലോക്കായാൽ പിന്നെ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കുന്നത് എങ്ങനെ? മഴ പെയ്തു കഴിഞ്ഞാൽ തോട്ടിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ റോഡിലാവും. ആ വെള്ളത്തിൽ കൂടി ആളുകൾ നടന്നു നീങ്ങും. എലിപ്പനി പോലെയുള്ള മഹാരോഗങ്ങൾ അവർക്ക് പിടിപെടും. മഴ അങ്ങോട്ട് മാറുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ ഉണ്ടാകും. കാനയിൽ മാലിന്യങ്ങൾ തള്ളുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ളവരാണ്. ഭയങ്കര കൊതുക്. കൊച്ചിയിലെ റാണിയല്ലേ കൊതുക്. പിന്നെ ദോഷം പറയരുതല്ലോ. കൊതുക് പലരുടെയും അന്നദാതാവാണ്. ചേട്ടൻ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? അന്നദാതാവോ? കൊതുകിനെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഓൾ ഔട്ട്, ഗുഡ് നൈറ്റ്, കൊതുക് തിരികൾ, ആമത്തിരികൾ, എന്തിനു പറയുന്നു, സന്ധ്യയായിക്കഴിഞ്ഞാൽ വീടിനകത്ത് ബാഡ്മിൻ്റൺ കളിയാണ്. കൊതുകിൻ്റെ കടി കിട്ടിയാലോ എന്തെല്ലാം തരം അസുഖങ്ങൾ, മലേറിയ, ചിക്കുൻ ഗുനിയ. അപ്പം പിന്നെ ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും മെഡിക്കൽ ഷോപ്പുകൾക്കും സന്തോഷമായില്ലേ? ഓ, ഞാൻ അത്ര ചിന്തിച്ചില്ല. അല്ലേ കൊതുകെന്നവനല്ലേ, കൊതുശല്യമിതല്ലേ, കൊതുകേരളമല്ലേ. സുല്ല് സുല്ല് പറയുന്നവരില്ലേ ഇല്ലേ, പല പേരിവരില്ലേ, കൊല്ലും പനി പകരും ഇല്ലേ. തിരിപുകച്ചാലും കൊതുക്, മരുന്നടിച്ചാലും കൊതുക്, മഴയെ പേടിച്ചിട്ട് വാതളത്തിൽ വിളിച്ചാലും അല്ലേ കൊതുകെന്നവനല്ലേ, ചവറ് പാടില്ലേ, കൊതുകീതല്ലേ.
കിടക്കാൻ നേരം ബാറ്റും കൊണ്ടൊരു കോമാളിക്കളി നമ്മൾ കലങ്ങും വിലങ്ങും ഓടി നടന്നിട്ടൊടുവിൽ തളരും നമ്മൾ കൊതുകിനെ കൊല്ലാൻ പുകയണ വണ്ടികൾ ഓടി നടക്കും തെരുവിൽ പകയുടടിക്കും പുകയിൽ ചാകണ കൊതുകല്ലത് നീ നമ്മൾ പിറകിൽ കൊതുകെന്നും ഓടിച്ചിട്ട് കടിച്ചിടും അല്ലേ കൊതുകെന്നവനല്ലേ കൊതുശല്യമിതല്ലേ കൊതുകേരളമല്ലേ ഓരന്റെ ദേഹത്തുനിന്നും കൊതുകിന്റെ കടി തന്നെ അല്ലേ അല്ലേ കൊതുകെന്നവനല്ലേ അല്ലേ കൊതുശല്യമിതല്ലേ അല്ലേ കൊതുകേരളമല്ലേ തിരിപുകച്ചാലും കൊതുക് മരുന്നടിച്ചാലും കൊതുക് പടയെ പേടിച്ചിട്ട് പാതാളത്തിലൊളിച്ചാലും ഹോ, ഈ പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ട് തോറ്റു. ഇവന്മാരുടെ മത്സരയോട്ടം കാരണം എത്ര ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. KSRTC ബസ്സാണെങ്കിൽ ഒടുക്കത്തെ പുകയും. ആരാരോ ആരിരരോ അമ്പുലിക്ക് നേരി വരോ തായാന തായി വരോ തങ്കരത തേരി വരോ മൂച്ചുപട്ടാനോകുമെന്ന് മൂച്ചടക്കി മുത്തമിട്ട് നിഴലുപട്ടാനോകുമെന്ന് നിലവടങ്ക മുത്തമിട്ട് തൂങ്ങാമണി വീളക്കേ തൂങ്ങാമ തൂങ്ക് കണ്ണേ ആസകൽ വീളക്കേ അസയാമ തൂങ്ക് കണ്ണേ ആരാരോ ആരീരാരോ ആരീരോ ആരീരാരോ ആരാരോ ആരീരാരോ ആരീരോ ആരീരാരോ കൊച്ചിയെപ്പറ്റി ഇനിയുമുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ. അത് വഴിയേ കണ്ടോളൂ. അവൻ എന്തിനാണ് ഓടി നടക്കുന്നത്? മുട്ടയിടാൻ പോകുന്ന കോഴിയെ പോലെ. ഓ, മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഓടുന്ന ഓട്ടമാണ്. അവൻ എവിടെ പോയി? അതാ അപ്പുറത്ത് ഒരു മതിലിൽ അവൻ കാര്യം സാധിച്ചു. ആ മതിലിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ മൂത്രം ഒഴിക്കരുത്. ആശ്വാസമായി, ഇനി പോകാം. പുരുഷന്മാർക്ക് ഇങ്ങനെയെങ്കിലും സാധിക്കാം. സ്ത്രീകൾ എന്തു ചെയ്യും? മെട്രോ സിറ്റിയിൽ ആവശ്യത്തിന് ടോയ്ലറ്റുകൾ വേണ്ടേ? ആരാരോ ആരിരരോ അമ്പുലിക്ക് നേരി വരോ നടക്കടി അങ്ങോട്ട്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഇറങ്ങിയിരിക്കുന്നു. നടക്കങ്ങോട്ട്. തായാന തായി വരോ തങ്കരത തേരി വരോ മൂച്ചുപട്ടാനോകുമെന്ന് മൂച്ചടക്കി മുത്തമിട്ട് നിഴലുപട്ടാനോകുമെന്ന് നിലവടങ്ക മുത്തമിട്ട് തൂങ്ങാമണി വീളക്കേ തൂങ്ങാമ തൂങ്ക് കണ്ണേ ആസകൽ വീളക്കേ അസയാമ തൂങ്ക് കണ്ണേ ആരാ
കൊച്ചിയിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തോരം കൈക്കൂലി കൊടുക്കണം. ആദ്യം 50,000 കൊടുത്തു. ഇപ്പോൾ വീണ്ടും ഓഫീസർ ചോദിച്ചിരിക്കുകയാണ് 50,000. ഈശ്വര, കാശിനോട് എന്താ ആക്രാന്തം ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക്. സാധാരണക്കാരെ വരെ പിഴിഞ്ഞ് കാശുണ്ടാക്കും. കൈക്കൂലി കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ദൈവമേ, കൈക്കൂലി വാങ്ങിക്കുന്ന എല്ലാവരും കുടുംബമടക്കം നശിച്ചു പോകണേ. മഹാരോഗങ്ങൾ വന്ന് ചാകണേ. ദൈവത്തിന് സ്തുതി. മുഴുവനുമുണ്ടോ? ഒരു 10,000 കുറവുണ്ട്. അടുത്ത ആഴ്ച തരാം. അതുകൂടി തന്നിട്ടേ ഞാൻ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് തരൂ. യു ആർ അണ്ടർ അറസ്റ്റ്. ഇയാളോട് കൈക്കൂലി വാങ്ങിയതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയ്യോ സാർ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ. എൻ്റെ കൂടെയുള്ള മിക്കവരും കൈക്കൂലി വാങ്ങാറുണ്ട്. ഞാനാണ് കുറച്ച് വാങ്ങുന്നത്. ഒരു മാസം വെറും 3 ലക്ഷം രൂപയെ എനിക്ക് കിട്ടുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യരുത് പ്ലീസ്. ഇവരെ കൊണ്ടുപോയി ജീപ്പിൽ കയറ്റൂ. കമോൺ. കാലം, കലികാലം, കോലം, പേക്കോലം, ലഹരി, പുതുതലമുറയെ കൊല്ലുന്ന ലഹരി. വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും നാട്ടുകാരും ഇതിനെതിരെ രംഗത്ത് വരേണ്ടത് അത്യാവശ്യമാണ്. അതാ അവർ എത്തിക്കഴിഞ്ഞു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽക്കൊണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽക്കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ. വിഷങ്ങൾ പലതുണ്ടരുതേ. അവയുടെ അടുത്തു പോലും ചെല്ലരുതേ. പഠിച്ചു
പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണു കുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും അതിന്നു നമ്മൾ എടുക്കണമിന്നെ പ്രതിജ്ഞലഹരികളരുതരുത് 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 പ്രതിജ്ഞലഹരികളരുതരുത്. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. എറിയട എറി വലിച്ചെറിയട എറി എന്നിട്ട് വിളിയട തെറി. പഞ്ചായത്തിനെ കോർപ്പറേഷനെ മുനിസിപ്പാലിറ്റിയെ വിളിയട തെറി. വീണ്ടും എറിയട എറി എറിയട എറി വലിച്ചെറിയട എറി. അയ്യോ എന്നെ പട്ടി അടിക്കാൻ വരുന്നേ, ഓടിക്കോ ഓടിക്കോ. വിശന്നു വലഞ്ഞ നായക്കൂട്ടം വഴിയിൽ പായുന്നു. നീ എറിഞ്ഞൊരു കിറ്റിനു വേണ്ടി കടിപിടി കൂടുന്നു. വഴിയെ പോയൊരു ഭാഗ്യദോഷി കടി കൊണ്ടോടുന്നു. വാക്സിൻ എടുക്കാൻ കുത്തുകൊണ്ട് പുളകം കൊള്ളുന്നു. എറിയട എറി വലിച്ചെറിയട എറി എന്നിട്ട് പിളിയട തെറി. പഞ്ചായത്തിനെ കോർപ്പറേഷനെ മുനിസിപ്പാലിറ്റിയെ വിളിയട തെറി. വീണ്ടും എറിയട എറി. എങ്ങനെയുണ്ട് കൊച്ചി? ഗംഭീരമായിരിക്കുന്നു അല്ലേ? ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും മുൻപന്തിയിലാണ് നമ്മളെന്ന് അവകാശപ്പെടുമ്പോഴും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നാം ഏറെ പുറകിലാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ അത് നമുക്കറിയാം. നമ്മൾ മലയാളികൾ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും പരിസര ശുചീകരണത്തിന് ശ്രദ്ധ പുലർത്തുന്നില്ല. അവിടെ ഇവിടെയായി നമ്മൾ മാലിന്യം വലിച്ചെറിയുന്നു. ശുദ്ധമായ ജലം മലിനമാകുന്നു. വേസ്റ്റ് എടുക്കാൻ വരുന്ന ഹരിതകർമ്മസേനയ്ക്ക് ഒരു 150 രൂപ കൊടുക്കാൻ പോലും ആൾക്കാർക്ക് മടിയാണ്. എന്നിട്ട് വേസ്റ്റ് കിറ്റിലാക്കി അവിടെയും ഇവിടെയുമെല്ലാം കൊണ്ടുപോയി വലിച്ചെറിയുന്നു. നാട് വൃത്തികേടാക്കുന്നു. പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ചാൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരുമെന്ന് അറിയാമെങ്കിലും പലരും അതും ചെയ്യുന്നു. വായുമലിനീകരണവും ശബ്ദമലിനീകരണവും എല്ലാം ഒരു പ്രശ്നം തന്നെ. കൊച്ചിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റങ്ങൾ കുറേയുണ്ടായി. എങ്കിലും ഇനിയും മാറ്റങ്ങൾ അനിവാര്യമാണ്. ശുചിത്വ കേരളം, സുന്ദര കേരളം. നാം എല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇവിടെ മാലിന്യമുക്തമാക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ വരും തലമുറകൾക്ക് ഇവിടെ ജീവിതം ദുസ്സഹമാകും. ഇനിയും താമസിച്ചു പോയിട്ടില്ല. നമ്മൾ വിചാരിച്ചാൽ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ കൊച്ചിയും ഈ കേരളവും മാലിന്യമുക്തമാക്കാൻ നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് മുന്നോട്ടിറങ്ങാം.